ബാക്ക് ടു നിലാനേരം. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ മീൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം കോയമ്പത്തൂരുള്ള നവീന മീൻ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ വന്നത്. ഫസ്റ്റ് അവിടെ എത്തിയപ്പോൾ തന്നെ എന്നെ ആകർഷിച്ചത് ഈ മീനാട്ടോ. ഇത് ലൈവ് ഫിഷാണ്. ഇത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നമ്മൾ ഈ ടാങ്കിൽ ഫിഷ് ടാങ്കിലൊക്കെ ഇട്ടിട്ടില്ല അങ്ങനത്തെ മീനാണെന്നാണ്. കാരണം അവിടെ ഓൾറെഡി ഫിഷ് ടാങ്കിലും മീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ വരാലെന്ന് പറയുന്ന മീനാണ്. കണ്ണൂരിലൊന്നും ഞാൻ ഇതിനധികം കണ്ടിട്ടില്ല. അതുപോലെ ഇതുപോലെ ജീവനോടെ വെച്ചേക്കുന്നത് തീരെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇതിനെയൊക്കെ നോക്കി എല്ലാ സ്റ്റാളിലേക്കും ഒന്ന് വിസിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടമായ കട ഇതായിരുന്നു കേട്ടോ. SSR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട. അവിടെ നല്ല ഫ്രഷ് അയക്കൂറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 2 അയക്കൂറ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1,200 കിലോ ഒക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ അത് കിലോയ്ക്ക് 700 രൂപ എങ്ങാണ്ട് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ മീൻ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങളവിടെ കുറേ സമയം നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനിൻ്റെ ഒരു ഫ്രണ്ട് ഈ മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു മീൻ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വെയിറ്റ് നോക്കാൻ പോലും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ചാടി ചാടി കളിക്കുകയായിരുന്നു കേട്ടോ. അവസാനം എങ്ങനെയൊക്കെയോ ആ ചേട്ടൻ അതിനെ പിടിച്ചതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഒരു മീൻ ആ ചേട്ടനും ഒരു ½ kg ഉള്ള മീൻ ഞങ്ങൾക്കുമായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് തരും കേട്ടോ. ഇത് ഈ ബാക്കിൽ നിൽക്കുന്ന ചേട്ടന്മാരെ കണ്ടില്ലേ, അവരാണ് നമുക്ക് കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിരിക്കാനായിട്ട് സെൻറ്ററിലൊരു ഇരിക്കുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ കട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മീനൊക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. നല്ല നീറ്റായിട്ടാണ് അതൊക്കെ അറേഞ്ചും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതിനൊക്കെ കഴുകി വൃത്തിയാക്കി. ഇതെനിക്ക് കറി വയ്ക്കാനായിട്ടും ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എടുത്തു വെച്ച പീസസാണ് കേട്ടോ. അതുപോലെ ഈ മീനും ഫ്രൈ ചെയ്യാൻ തന്നെയാണ് ഉള്ള എൻ്റെ പ്രതീക്ഷ. അതുപോലെ ഈ തല എനിക്ക് എടുക്കണോ വേണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് അതിനൊന്ന് സെപ്പറേറ്റ് വെച്ചതാണ് കേട്ടോ. മീൻ വാങ്ങിച്ച് വരുന്ന വഴി ഈ ഒരു ജാറ് ഞാൻ അവിടെ കണ്ടിട്ട് അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.